ജയന്റ് കൗര റെഡ് ആയി കിടപ്പുണ്ട്. ഇതിനകത്ത് എത്ര എണ്ണം വേണം? എല്ലാം വേണം. ഇത് മൊത്തോ? അയ്യോ അയ്യോ പോയി. മണിയാ ഇത് വേണേ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സിറിയേക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയ്ക്ക് നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മുടെ പുതിയ കാറിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. നമ്മുടെ ഏവിയറിയുടെ എക്സ്റ്റൻഷൻ വർക്കും കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് ആണ്. എന്തൊക്കെയാണ് സാധനം ഞാൻ നേരെ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. പുറകെ ഇരിക്കുന്ന കിളികളൊക്കെ ഇരുന്ന് കരയുന്നു കേട്ടോ. നമുക്ക് തൽക്കാലം വണ്ടി ഇങ്ങനെ ഇടാം. നമുക്ക് എന്നാലും എല്ലാവരും വിളിക്കാം കേട്ടോ. ജിനാസിനൊന്നും വന്നില്ല. ജിനാസിനൊക്കെ വന്നോ? അമ്മയെ. അപ്പോൾ എന്താണ് നമ്മൾ കുറേ സാധനത്തിനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എന്താണ് നമ്മൾ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പുണ്ടല്ലോ, ഇല്ല തുറക്കത്തില്ല. ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ പുതിയ കാറിൽ മേടിച്ചുകൊണ്ട് വന്ന് എന്തൊക്കെയാണെന്ന് നമുക്ക് പോയി കണ്ടിട്ട് വരാം കേട്ടോ. 1 2 3 4 5 6 3 14 19 20. അപ്പോൾ 10,000 രൂപ നമ്മൾ ക്യാഷ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയോ? നമ്മുടെ ഏവിയറി എന്താണെങ്കിലും എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ലാസ്റ്റ് വീഡിയോയിൽ കമന്റ് ചെയ്തായിരുന്നു കിളികളുടെ എണ്ണം കുറഞ്ഞു പോയപ്പോൾ ഒത്തിരി കിളികളെ മേടിക്കണമെന്ന്. അപ്പോൾ നമ്മളിന്ന് കിളികളെ മേടിക്കാൻ വേണ്ടി പോവാണ്. അതിന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് 1 2 3 4 5 6 7 8 9 10. ബാക്കി 10 കുഞ്ഞപ്പനും കേട്ടോ. ഓക്കെ, ഇനി ഇവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ട് നമ്മൾ മേടിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോട്ടയത്ത് 2-3 പെറ്റ് ഷോപ്പിൽ കയറും. നിങ്ങൾക്ക് നമ്മുടെ കിളിക്കൂട്ടിലേക്ക് മേടിക്കാനുള്ള ആവശ്യമുള്ള കിളികളെ മേടിക്കാം. നമ്മൾ ആസ് യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ കുഞ്ഞപ്പ, നീ അറിയും മേടിക്കുന്നത് എന്തെങ്കിലും ഐഡിയ നോക്കാം. കുഞ്ഞപ്പ നോക്കാൻ പറഞ്ഞിട്ട് നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? വെറൈറ്റികൾ എന്തെങ്കിലും കാണുവാൻ മേടിക്കും അല്ലേ? എല്ലാവരും മാസ്ക് എടുത്ത് വെച്ചേ. ബേക്കറിയിലോ? അങ്ങനെ എല്ലാ തീറ്റ സാധനം മേടിക്കാനായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളാണെങ്കിൽ നേരെ തിരിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവൾക്ക് ഒരു ബേക്കറി നിർത്തി കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ആദ്യം ബേക്കറി കണ്ടുപിടിക്കാം. ഇവിടെയുണ്ട്. പോയി മേടിച്ചോണ്ടോ. ഇവൾക്ക് എന്തോ സാധനം മേടിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ബേക്കറി അവിടെ ബേക്കറി ഉണ്ട്. അവിടെ സാധനം ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്. പൈസ എന്റെ പേഴ്സൺ എടുത്തോ. അപ്പൊ നിന്റെ 500 രൂപ എടുത്ത് മേടിച്ചാൽ മതി. അതല്ല 20 രൂപയുടെ കിളി കുറയും. 500 രൂപ കേട്ടോ. 20 രൂപയുടെ കിളീനെ കുറച്ച് മേടിച്ചാൽ മതി കേട്ടോ. അവള് മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ആ കട ലക്ഷ്യമാക്കിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ നമ്മുടെ വണ്ടി മേടിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ കിളീനെ മേടിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ വണ്ടിയിൽ നമ്മൾ ഇതുവരെ കിളീനെ ഒന്നും കയറ്റിയിട്ടില്ല. ഫസ്റ്റ് കിളീനാണ് നമ്മൾ കയറ്റാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വരുന്നുണ്ട് കേട്ടോ. ഫൈനലി നടന്നു വരുന്നുണ്ട്. എന്താണോ മേടിച്ചത്? ഞങ്ങൾക്കും കൂടെ കഴിക്കാനുള്ളതല്ലോ ആണോ? 2 എണ്ണം മേടിച്ചുള്ളൂ. അപ്പൊ എനിക്ക് എവിടെയാ? ഓ മൈ ഗോഡ് ഗൈസ്, വീണ്ടും തോൽവി. നമ്മുടെ ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ പെറ്റ് ഷോപ്പിലോട്ട് പോയിട്ട് നമ്മൾ ക്ലീനെ മേടിക്കാൻ വേണ്ടി പോവാണ്. എടി, അതിനും നീ ചോക്ലേറ്റ് മേടിച്ച് തന്നത് എന്തിനാണ് ആൾക്കാർ വിചാരിക്കുന്നത്? നീ കാര്യം പറഞ്ഞു. SSLC പാസ്സായ എല്ലാവർക്കും കൺഗ്രാറ്റ്സ് ഉണ്ട്. ഇനി നീനെ വിളിക്കുമ്പോഴേക്ക് നീ ഒരു കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. SSLC പാസ്സായ എല്ലാവർക്കും ഒരു അടിപൊളി ചാൻസ് ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നീ എന്നോട് അവളുടെ ഫ്യൂച്ചർ പ്ലാൻ ചോദിച്ചായിരുന്നോ? MBBS എഞ്ചിനീയറിംഗ് അവളുടെ ഡ്രീം, അവൾക്ക് ഇഷ്ടമുള്ള സംഭവം അതാണോ? അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും SSLC പഠിച്ചതിന് ശേഷം നിങ്ങളുടെ ഫ്യൂച്ചർ ഡ്രീം, സ്വപ്നം എന്ന് പറയുന്നത് MBBS അല്ലെങ്കിൽ IIT-യിലൊക്കെ പോയി പഠിക്കണം എന്നാണെങ്കിലുണ്ടല്ലോ, നമ്മുടെ കേരളത്തിന്റെ സ്വന്തം ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടല്ലോ ഒരു ഡ്രീം ലാബ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രീം ലാബ് എന്ന് വെച്ചാൽ അതായത് നമ്മുടെ ചാനൽ വഴി നമ്മൾ ഇതിനു മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള Xylem എന്ന് പറയുന്ന ലേണിംഗ് ആപ്ലിക്കേഷൻ വഴി, അതായത് നമ്മുടെ മമ്മൂക്ക ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള Xylem എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കേട്ടോ. മമ്മൂട്ടിയാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ. ഇവിടെ 10ാം ക്ലാസ് കഴിഞ്ഞ് അനിയത്തിമാരെ അവർ പഠിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ വീഡിയോയുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നോക്കിയിട്ട് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പൊ തന്നെ അറിയുക. ഇപ്പൊ നിങ്ങളല്ല, നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരോ സുഹൃത്തുക്കളോ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ നമ്പർ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പറ്റിയ ഒരു കോൾ ആയിരിക്കും കേട്ടോ. അതും കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ എന്തായാലും കോവിഡ് ആയിട്ട് നമ്മൾ എല്ലാവരും വീട്ടിൽ തന്നെയാണ്. ഓൺലൈൻ വിദ്യാഭ്യാസം നടക്കത്തുള്ളൂ. ഉടനെ ഒന്നും കോളേജിൽ പോയിട്ടോ സ്കൂളിൽ പോയിട്ടൊന്നും പഠിക്കാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കുക. സാധാരണ ഒരു ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ല ഇത്. എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഇപ്പോഴത്തെ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് +1 +2 ബോർഡ് എക്സാമിനോട്ട് പ്രിപ്പയർ ചെയ്യുന്ന പിള്ളേരല്ലേ, അതുപോലെ തന്നെ എൻട്രൻസ് എഞ്ചിനീയറിംഗ് ഒക്കെ ഇതൊക്കെ ചെയ്യുന്ന പിള്ളേർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ മറക്കണ്ട, വീഡിയോയുടെ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചതിന് ശേഷം നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞ് ഉറപ്പായിട്ടും വിളിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നേരെ പോയാലോ? സത്യം കേട്ടോ, ഞങ്ങളൊക്കെ 10ാം ക്ലാസ് പഠിച്ചപ്പോൾ ഇങ്ങനെ സംഭവം ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. വഴിയിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. നമ്മളപ്പോൾ കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സബ്സ്ക്രൈബർ ആണ് തോന്നുന്നു കണ്ടത്. അപ്പൊ നമ്മൾ കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എടി, എന്തൊക്കെ കിളിയാ മേടിക്കുന്നത് വല്ല പ്ലാൻ ഉണ്ടോ? നമുക്കിപ്പോ കൂട് നിറയ്ക്കാന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതെ, അതുകൊണ്ട് കൂട് നിറയ്ക്കാന്നുള്ളതാണ്. അത് നല്ല പോയിന്റ് ആണ് കേട്ടോ. കാര്യം നമ്മളുണ്ടല്ലോ 10,000 രൂപ കൊടുത്ത് ഒരു കിളിനെ മേടിക്കുന്ന പകരം 10,000 രൂപ കുറെ ഫിഞ്ചസിന് മേടിച്ചിട്ട് നമ്മുടെ കൂട് ഹൈലി ആക്റ്റീവ് ആയിരിക്കും.
നമുക്ക് എന്തായാലും കടയിൽ പോയി നോക്കാം കേട്ടോ. നമ്മൾ എത്തിയിട്ടുണ്ട് കടയിലേക്ക്. ലോക്ക്ഡൌൺ ആയതുകൊണ്ട് എല്ലായിടത്തും ഈ കിളികളൊന്നും അധികം വരുന്നില്ല കേട്ടോ. നിനക്ക് ഇവിടെ ഇറങ്ങാൻ സ്ഥലം ഉണ്ടായിരിക്കുമോ? ഇറങ്ങിക്കോ. അങ്ങനെ കുഞ്ഞപ്പനും ഇറങ്ങിയിട്ടുണ്ട്, നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാണെങ്കിലും നമ്മൾ പുറത്ത് നോക്കിയിട്ട് കിളികളെ എല്ലാം സ്പോട്ട് ചെയ്തോ? ഒന്നിനെ സ്പോട്ട് ചെയ്തിട്ടില്ല. കുഞ്ഞപ്പൻ സ്പോട്ട് ചെയ്തോ? ഇല്ല, ഞാൻ കുഞ്ഞപ്പനൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം കേട്ടോ. മൊത്തം തപ്പലായിരിക്കും. എന്താ ഈ സാധനത്തിന് മനസ്സിൽ കാണുന്നുണ്ടോ? ഈ പ്രാവല്ലേ? അപ്പൊ ഫസ്റ്റ് ചാൻസ് മോളുടെ ആണ്. നീ എന്തിനൊക്കെ മേടിക്കുന്നത്? ഈ 3 സാപ്പാടെ 3 ബാക്കിയെല്ലാം വിറ്റ് പോയി കേട്ടോ. ഇതിനകത്ത് മൊത്തം ജാവ അതിനകത്ത് മൊത്തം അത്രേ ഉള്ളോ? ഇല്ല, പിന്നെ ഉണ്ട്. ഇനി ഏതാ? പിന്നെ ഇതിനകത്ത് ഇത് മൊത്തം ഇന്നത്തെ കിടക്കുന്നത്? ഓ മൈ ഗോഡ് ഗൈസ്, ഇതിനകത്ത് ഒരു 3 ലോങ് ടൈൽ കിടപ്പുണ്ട്. അപ്പൊ ഇത്രയും മതിയോ? ഇത്രേ ഉള്ളൂ നിനക്ക് മേടിക്കാണ്ടല്ലേ? ഓക്കെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഈ ജാവേനെ മൊത്തം 3 ഉള്ളല്ലോ. ഫിഞ്ചസ് 3 എടുക്കാം. അതിന്റെ കൂട്ടത്തില് ജാവ 4 എടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ലോങ് ടൈലില്ലേ, ലോങ് ടൈലും കൂടെ എടുക്കാവോ? അപ്പം നമ്മൾ അതിന് മുമ്പുണ്ടല്ലോ നമുക്ക് ജസ്റ്റ് കൂട് എടുത്തുകൊണ്ടിരാം. നമ്മുടെ വണ്ടിക്കകത്ത് കൂട് ഇരിപ്പുണ്ട് ഓൾറെഡി. നമ്മളെപ്പോൾ പോയ ഒരു കൂടുമായിട്ടാണ് പോകുന്നത്, അതാകുമ്പോഴേക്ക് എളുപ്പമുണ്ട് കേട്ടോ. ആ ട്രെയിൻ കൂടെ എടുത്തോ. അപ്പോൾ ചേട്ടന്മാരുണ്ടല്ലോ നമ്മുടെ ജാവേനാണ് ആദ്യം പിടിക്കുന്നത്. അവിടെ പിടിച്ചിട്ടുണ്ട് കേട്ടോ, അടിപൊളി. അങ്ങനെ ചേട്ടൻ ഒരു പെയറിനെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പെയറും കൂടി ഉള്ളൂ കേട്ടോ, ജാവ. അപ്പോൾ ഗ്രേ ജാവയാണുള്ളത്. നമ്മുടെ കിളിക്കൂട്ടിൽ ബ്രീഡായ ഒരു പെയറാണ് കേട്ടോ ഇത്. ഗ്രേ ജാവ മാത്രമേ നമ്മുടെ കിളിക്കൂട്ടിൽ ബ്രീഡ് ആയിട്ടുള്ളൂ. വൈറ്റ് ഒരു ബ്രീഡ് ആയിട്ടില്ല. നമ്മുടെ കിളിക്കൂട്ടുള്ള ഇത്രയും വലിപ്പമുണ്ട്. ഓ, ഇത് വേറൊരു കളറാണല്ലോ. ഓ അടിപൊളി. ഈ കളർ നമുക്കില്ലാത്തതാണ് കേട്ടോ. ഇത് ഗ്രേ അല്ല, വേറൊരു കളറാണ്, നമുക്കില്ലാത്ത കളറാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 4 ജാവേനെ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഫിഞ്ചസിനെയാണ് കേട്ടോ. അപ്പോൾ ഒരു ഫിഞ്ചസിനെ കിട്ടിയിട്ടുണ്ട്, അടിപൊളി. അങ്ങനെ നമ്മുടെ ഫൈനൽ ഫിഞ്ചസിനെ കൂടെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്തായിരുന്നു? ലോങ് ടൈൽ. നമ്മുടെ ലാസ്റ്റ് ലോങ് ടൈൽ ഇതിനകത്ത് 3 കിടപ്പുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ 3 പിടിക്കുക. അപ്പോൾ ഈ ഒരു ലോങ് ടൈലിനെ പിടിച്ചു കഴിഞ്ഞാൽ നിന്റെ ഷോപ്പിംഗ് കംപ്ലീറ്റ് ആയി. അതിനുശേഷം കംപ്ലീറ്റ് ആയാൽ നമുക്ക് നോക്കാം പ്രൈസ് കിട്ടി കഴിയുമ്പോൾ. അതിനുശേഷം കുഞ്ഞപ്പനെ നീ കണ്ടുപിടിച്ചോ? കാണിച്ച് നീനെ കാണിച്ചു നോക്കട്ടെ. കുഞ്ഞപ്പൻ എന്തിനാ സ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏതിനാ കുഞ്ഞപ്പ സ്പോട്ട് ചെയ്തേക്കണേ? ഇതോ, അടിപൊളി. ജയന്റ് ഗൗര റെഡ് ആയി കിടപ്പുണ്ട്. ഇതിനകത്ത് എത്ര എണ്ണം വേണം? എല്ലാം വേണം. ഇത് മൊത്തോ? ചേച്ചി അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ ഈ ഗൗരനെ മൊത്തം എടുക്കാവോ? ഇത് എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. ഓക്കെ, അപ്പോൾ 5 ഗൗരയുണ്ട്. നമുക്കൊരു കാര്യം ചെയ്തതിനെ മൊത്തം എടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ സാധനം എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മുടെ കുളത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ചേട്ടാ ഫസ്റ്റ് വേണമെങ്കിൽ പിടിച്ചിട്ടുണ്ട്, മൊത്തം നനയ്ക്കുവാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ ആദ്യത്തേനെ പിടിച്ചിട്ടുണ്ട്. നല്ല രസമുള്ള മീനാണ് കേട്ടോ. ഇവർ ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ ഇവന്മാരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ മീനുകളൊന്നും കഴിക്കത്തില്ല. അപ്പോൾ നമ്മുടെ കുളത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാലും നമ്മുടെ കുഞ്ഞു മീനുകളൊന്നും ഇവർ കഴിക്കത്തില്ല. കൂടുതലായിട്ടും ചേമ്പലയും കപ്പയിലേക്കാണ് കൂടുതലും കഴിക്കുന്നത്. നമുക്കാണെങ്കിൽ ഇതിനെ എല്ലാത്തിനെയും കൂടെ നമ്മുടെ ഒരു കവറിലാക്കിക്കൊണ്ട് പോകാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഇവർ 2 കവറിലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് 2 എണ്ണത്തിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയാണെങ്കിൽ ഇതിനെ പാക്ക് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഇതിനെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് ടോട്ടൽ എമൗണ്ട് പറഞ്ഞു കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് അവരുടെ പർച്ചേസ് കഴിഞ്ഞോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ പിള്ളേർ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇവരിതിനെ പാക്കിങ് ചെയ്യുവാണ്. അപ്പോൾ ടോട്ടൽ ഏകദേശം 5500 സംതിങ് വന്നിട്ടുണ്ട്. 5600. നിന്റെ പർച്ചേസ് കഴിഞ്ഞോ? കുഞ്ഞപ്പൻ്റെ കഴിഞ്ഞു കേട്ടോ. അതെ, അപ്പം നിങ്ങളുടെ പർച്ചേസ് കൂട്ടിയിട്ടുണ്ട് കാൽക്കുലേഷൻ. നിങ്ങൾ പറഞ്ഞേക്കാളും കൂടുതലാണ് വന്നേക്കുന്നത്. പൈസ എടുക്കും. അപ്പോൾ ഇനി പർച്ചേസ് ഇല്ല കുഞ്ഞപ്പ. ഓക്കെ, വിഷമാണ് കേട്ടോ. അപ്പോൾ എന്താണ് നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. നമ്മളപ്പോൾ എല്ലാവരെയും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബില്ലും പേ ചെയ്തതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് എന്താണെങ്കിലും ഇവരെ നല്ല രസമായിട്ട് ഞാൻ കാണിച്ചു തരാം. അടിപൊളി നടന്നോളൂ. ഒക്കെ. അപ്പം നമ്മൾ ഇവരെ നേരെ വണ്ടിയിലോട്ട് കയറ്റാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കിളീനെയും മീനിനെയും കയറ്റുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇതിന് ലീക്കുണ്ടോ? ഇതിന് ലീക്കുണ്ട്. ഞാൻ ഒരു കവറും കൂടി ഇട്ടുകൊണ്ട് വരാം. ഇത് ലീക്കുണ്ട്, ഒരു കവറും ഇട്ട് തരാമോ? നമ്മൾ 2 കവറും കൂടെ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമായിട്ട് ഇനി ഈ വണ്ടിയിൽ ഇഷ്ടംപോലെ മീനിനെയും കിളീനെയൊക്കെ കയറ്റാൻ വേണ്ടി പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവരും വണ്ടിയെ കയറിക്കോളൂ. ചാടി കയറിക്കോ. അപ്പോൾ കുഞ്ഞപ്പനാണ് നമ്മുടെ ഓൾവേസ് പുറകിലിരിക്കുന്നത്. കാരണം കുഞ്ഞപ്പനാണ് ഇച്ചിരി കാലിന് നീളം കൂടുതലുള്ളത്. അവനും കയറിയിട്ടുണ്ട്. എടിയും കയറി വന്നേ. നമ്മൾ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബർ കണ്ടിട്ട് പേരെങ്ങനെയാണ്? ആശ്വിൻ. താങ്ക് യു സോ മച്ച്. ഇവള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംഭവിച്ചെന്ന് വെച്ചാൽ കിളികളുടെ എണ്ണം കണ്ടപ്പോഴേക്ക് ഇവൾ ഓർത്ത് കുറേ കൂടെ മേടിക്കാൻ പറ്റുമെന്ന്. പക്ഷേ ലോങ് ടൈൽ ഫിഞ്ചിന്റെ വില എനിക്ക് അറിയത്തില്ലായിരുന്നു. ലോങ് ടൈൽ ഫിഞ്ചിന്റെ വില ഇച്ചിരി കൂടുതലാണ്. ടു ബി ഫ്രാങ്ക് നമ്മുടെ കിളിക്കൂട് നിറയാൻ മാത്രം കിളി നമ്മൾ മേടിച്ചിട്ടില്ല. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം ലോക്ക്ഡൌൺ ആയതുകൊണ്ടും പുറത്തുനിന്ന് കിളി അധികം വരാത്തത് കൊണ്ടും നമുക്ക് അധികം കിളികളെ കിട്ടിയില്ല. കുഴപ്പമില്ല, നമ്മൾ പുറകെ മേടിക്കാം. എല്ലാം ഒരുമിച്ച് മേടിച്ചാൽ ഫണ്ണില്ലല്ലോ. പിന്നെ അല്ല, ഇപ്പൊ 14 കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി നേരെ തിരിച്ച് വീട്ടിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ഓൾ സെറ്റ്. തുറക്കാൻ പോണേ. കണ്ടല്ലോ, ഓപ്പൺ ചെയ്തു. ഇല്ല,
അതിന് മാത്രം സാധനമൊന്നും ഇല്ല. പക്ഷെ നമ്മൾ മേടിച്ചിരിക്കുന്ന കൂടുതൽ ഇന്ന് മെയിനാണ്. എടുത്ത് ഓക്കെ നോക്കിയേ, അടിപൊളിയല്ലേ? അല്ലല്ല, ഇത് ജയന്റ് ഗൗര. ജാവയിൽ വേറെ കളറിനെ കിട്ടിയിട്ടുണ്ട്. കാരണം ലോക്ക്ഡൌൺ ആയതുകൊണ്ട് അധികം കിളിയൊന്നും വരുന്നില്ല. നമുക്ക് തൽക്കാലം ഇത്ര മേടിക്കാൻ പറ്റില്ല, പുറകെ നമുക്ക് മേടിക്കാം കേട്ടോ. അതുപോലെ തന്നെ അതിന് പൊക്കി നോക്കിയേ. അപ്പം നമ്മളുണ്ടല്ലോ ഇവന്മാരെ കൊണ്ട് അയച്ചു വിടാൻ വേണ്ടി പോകണം കേട്ടോ. നമുക്ക് നമ്മുടെ പുതിയ കിളിക്കൂട്ടിൽ അയച്ചു വിടാം. ബാ, എല്ലാവരും കയറിക്കോ. കുളത്തിലേക്ക് ഇതേപ്പോൾ അവസാനമായിട്ട് ഞാനും കൂടെ കയറുവാണ്. ഒരു കാര്യം ചെയ്യാം, ഇത് കിളീനെ പിടിച്ച് നമുക്ക് ആദ്യമേ ഉണ്ടല്ലോ, നമുക്ക് നമുക്ക് രണ്ടിനെ വെള്ളത്തിൽ ഇടാം. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറായിട്ട് അവർ അഡ്ജസ്റ്റ് ആയിക്കോളും. 6 മീനുണ്ട് കേട്ടോ. ഇനി നമുക്ക് കിളീനെ അയച്ചു വിട്ടാലോ? കിളീനെ നമുക്കുണ്ടല്ലോ നമ്മുടെ പുതിയ കിളിക്കൂട്ട് അയച്ചു വിട്ടാലോ? ഇവിടെ കമോൺ, ഇവിടെ അയച്ചു വിടാം. ബാ, ഇവിടെ സെന്ററിൽ നിന്ന് അയച്ചു വിടാം. ബാ, ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കിളിക്കൂടിൻ്റെ ഏറ്റവും സെൻറ്ററിലാണ്. അപ്പം നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇവരെ അയച്ചു വിടാം കേട്ടോ. ബാ, ഫസ്റ്റ് നമുക്ക് മോൾക്ക് ചാൻസ് എടുക്കാം കേട്ടോ. ഏതിനെ പിടിക്കുന്നത്? ഒന്നിനെ ഡോറിൻ്റെ സൈഡിൽ കൂടെ വിടരുത്. അപ്പോൾ അവൾ ആദ്യമായിട്ട് ജാവേനെ പിടിച്ചിരിക്കുന്നത്. കാണിച്ച് വീഡിയോ കാണിച്ച്. ഭയങ്കര ക്യൂട്ടല്ലേ അല്ലേ? എങ്ങനെ പറഞ്ഞിടാൻ വേണ്ടി പോന്നേ? അയ്യോ, ഇവൻ ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. നോക്കുവാണ് എന്നാ ചെയ്യേണ്ടതെന്ന്. കടിച്ചൊക്കെ നോക്കുന്നുണ്ട്. വിട്ടോ നോക്കോ. പറക്കാനായിട്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അവർക്ക്. അവർ കറക്റ്റായിട്ട് ആ കിളികൾ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് പോയത് കേട്ടോ. എങ്ങോട്ടാ പറക്കേണ്ടതെന്ന് അവർക്ക് അറിയത്തില്ല. ഞാൻ ഒരു ലോങ് ടൈലിന് പിടിക്കാവേ. നമ്മുടെ കിളിക്കൂട്ടിൽ ഇവർ കുറേ എണ്ണം ഉണ്ട്. ലോങ് ടൈലാണ്. ഞാനിപ്പോൾ കിടന്നോ? ഇത് കണ്ടോ തലകുത്തി കിടക്കണേ? തലകുത്തി കിടന്നല്ലോ കേട്ടോ, ഞാൻ കിടത്തിയതാ. അപ്പം നമ്മുടെ കിളിക്കൂട്ടിൽ ഇവർ കുറേ ഉണ്ട്. ലോങ് ടൈൽ ഫിഞ്ചാണ്. അയ്യോ കോക്കോ. അപ്പോൾ അവനെ പറപ്പിച്ച് വിട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളൊരാളെ കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ കിളികളായിട്ട് വന്നപ്പോഴേക്കും ഇനി വന്നേ തോളയിരുന്നു. ആടെയും തോള ഇരിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പക്ഷേ ആ വഴിക്ക് പോയിട്ടുണ്ട് പുള്ളി. അടുത്തൊരാളെ. അപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം കണ്ടുപിടിച്ചു. ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാവേ. ഇവനെ പിടിച്ച് ഞാൻ ഒരു ലോങ് ടൈൽ ഫിഞ്ചിനെ പിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോണേ. ഞാൻ ജസ്റ്റ് ഇതിനിങ്ങനെ ഇടുക. ഇത് കണ്ടോണേ, പറഞ്ഞു വേണ്ടോ? അവനോടൊപ്പം ഇരിപ്പുണ്ട് കേട്ടോ. പുള്ളിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അഴിച്ച് വിട്ടതാണോ, അത് ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണോ, ഇത് കിളിക്കൂടാണോ എന്നൊന്നും പുള്ളിക്ക് അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് തറയിൽ കൂടെ ഒരാൾ നടക്കുന്നുണ്ടോ? ഇവൻ ഇങ്ങനെ വന്ന് അവിടെ ഇരുന്നോ. നമുക്ക് അടുത്ത ആളെ പിടിക്കാം. കോക്കോ കണ്ടോണേ. നമ്മൾ ഇതുപോലെ ഒരു ദിവസം മേടിച്ചോണ്ട് വന്നതാണ് കോക്കോ. നിന്നെ ഇത് മറന്നുപോയി കാണും അല്ലേ? എല്ലാ ലോങ് ടൈലും പിടി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ അവസാനത്തെ ലോങ് ടൈലാണ്. ഇത് കണ്ടോണേ. അല്ല, ഇവർക്ക് അറിയത്തില്ലടി. ഇവരൊന്നും ഇത്ര നാൾ ജീവിതത്തിൽ ഇത്രയും ഫ്രീ ആയിട്ട് പറന്ന് കാണത്തില്ല. ഇവിടെ ജനിച്ചപ്പം മുതൽ കുഞ്ഞു കൂട്ടുകളിലായിരിക്കും. ഫസ്റ്റ് ടൈം ആയിരിക്കും ഇത്രയും പറക്കാനൊരു ചാൻസ് കിട്ടുന്നത്. അയ്യോ, പൊങ്ങാൻ പോലും പറ്റുന്നില്ല. കടിക്കുന്ന ഗൈസ്. ഇത് വേണ്ട, നമ്മുടെ കിളിക്കൂട്ടില് ഫസ്റ്റ് ടൈം ആണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇത് ചുവന്ന കണ്ണാ. റെഡ് ഐ കണ്ണ് കണ്ടോ? നല്ല ചുമന്ന ചുണ്ടും. ഒയ്യോ, എനിക്ക് പിടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്നെ കടിച്ചു കേട്ടോ. നന്നായിട്ട് വേദന എടുത്തു. നല്ല കടി കടിച്ച്. അവരുടെ കണ്ണ് ചുവന്നായിരുന്നു കേട്ടോ. ഞാനത് എപ്പോഴാണ് മനസ്സിലാക്കിയത്. അതിന് ജോഡി ഇല്ലായിരുന്നേ. കമോൺ ജാവ, നെക്സ്റ്റ് ജാവ. അടുത്തവനെ പിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടല്ലോ. എന്തിനാ കടിക്കുന്നത്? ഭയങ്കര കടി കടിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, കണ്ടല്ലോ. എന്നതിനാ കടിക്കുന്നത്? ഓക്കോ, ഇവർക്കൊന്നും വലിയ കാര്യമായിട്ട് പറക്കാൻ അറിയത്തില്ല കേട്ടോ. നമ്മൾ നോട്ടീസ് ചെയ്തൊരു കാര്യമാണത്. അടുത്ത നമ്മൾ ഫിഞ്ചസിനാണ് പിടിച്ചിരിക്കുന്നത്. ഫിഞ്ചൂസ് കമോൺ, ദൈവനെ പറപ്പിച്ചു വിടാൻ. ഇവരും ഈ പറഞ്ഞ പോലെ ചെറുതാണ് കേട്ടോ, തീരെ ചെറുതാണ്. നന്നായിട്ട് പറക്കും. ഫിഞ്ചസ് അല്ലെങ്കിൽ നോർമലി നല്ല രീതിക്കാണ് പറക്കുന്നത്. അയ്യോ എടാ, വീഡിയോയിൽ കാണിക്കാൻ ഒരു അവസരം പോലും നീ തന്നില്ലല്ലോ. ഓ, നടക്കുവാണ് ഇവൻ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിനെ കുളത്തിന് സൈഡ് വെക്കാം. കുളത്തിന്റെ സൈഡിൽ ഇരിപ്പുണ്ട് കേട്ടോ. ഞാനങ്ങ് പറഞ്ഞു. ഓക്കെ, അപ്പൊ ലാസ്റ്റത്തിന് പപ്പ പിടിക്കണം കേട്ടോ. കാണിച്ചേ. ഭയങ്കര കടിയാണ് കടിക്കുന്നത് കേട്ടോ. നല്ല കടി കടിക്കുന്നത്. വിട്ടോ ചെറുതാ ഇതിനൊക്കെ ഉണ്ടായതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അവനും പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കിളികളെയൊക്കെ അയച്ചു വിട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഇത്രയും കിളികളെ മേടിച്ചിട്ടൊന്നും കിളികളുടെ എണ്ണം അങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഒരു 100-200 കിളികളെ മേടിച്ചാലായി നമ്മുടെ കിളിക്കൂടിന്റെ ഒരു കോക്കറ്റിൽ വേണം അല്ലേ. ഇനി ഫൈനലായിട്ട് നമ്മൾ അഴിച്ചു വിടാൻ പോകുന്ന ആരെയാ? ഗൗര. അപ്പോൾ നമുക്ക് ഗൗരാമേനെ അഴിച്ചു വിടാം കേട്ടോ. ഒരാൾ ഇവിടെ വെയിലത്ത് വന്നിരുന്ന് ഉറങ്ങുവാണ് കേട്ടോ. ഇത് കണ്ടോ,
എടാ വെയിലത്തിരുന്നാണ് ഉറങ്ങുന്നേ. അവൻ മറന്നു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗൗരവനെ അഴിച്ചു വിടാം. ഗൗര ഇപ്പോൾ വെള്ളത്തിൽ കിടന്ന് ടെമ്പറേച്ചറൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ആയി കാണും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിനകത്ത് 2 എണ്ണമാണല്ലോ കേട്ടോ. നമ്മുടെ കുളത്തിൽ ഇപ്പോൾ കുറേ ഗൗരയുണ്ട് കേട്ടോ. അയ്യോ പോയി, കാണാൻ പറ്റിയില്ല. ചാടിയത് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി ഒരെണ്ണം. സാരമില്ല, ഒരെണ്ണം പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്തവനെ എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗൗര. എടാ കോക്കറ്റ് ഇവനെൻ്റെ കൈ വേണം കടിച്ചു നോക്കുവാണ് കേട്ടോ. ഇവന് പോകണമെന്നൊന്നും ഇല്ലേ. ഓക്കെ, ഗൗരയുടെ 3 എണ്ണം കൂടി ഉണ്ട്, കാണിച്ചു തരാം. ഇപ്പോൾ ഇതും പോയേനെ. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ പിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല സുന്ദരനല്ലേ. ഇത് അവനെ വെള്ളത്തിൽ വന്ന് ഇട്ടില്ല. അതിനു മുമ്പ് നമ്മുടെ കോഴിക്കാർപ്പൊക്കെ വന്ന് കടിച്ചു നോക്കുന്നു. കോഴിക്കാർപ്പ് നമ്മുടെ കൈയിടുന്ന എല്ലാം തീറ്റയാണ്. ഇത് കണ്ടോ, ഇവന്മാരൊന്ന് ഫ്രണ്ട്ഷിപ്പ് ആകാൻ വേണ്ടി വരുവാണേ. പോകാൻ മടിയാണോ? ഇതന്നെ പോവാത്തെ. ഞാനും എടുത്തിട്ടുണ്ടെന്ന് കമ്പനിയായോ? ഭയങ്കര മീശയാണ് ഇവൻ. മീശ ഉണ്ടോ? ഇത് കണ്ടോ, ഭയങ്കര മീശ ഇവൻ്റെ. ഇവനെ അഴിച്ചു വിട്ടെ. പൊക്കോ പൊക്കോ പൊക്കോ. എല്ലാവരും ഈ ഒരു സൈസാണ്, പക്ഷേ ഇവർ നന്നായിട്ട് വലുതാവേ. കമോൺ. അയ്യോ പാടാ പാടാ. ഭാഗ്യത്തിനാണ് നമുക്ക് കിട്ടി കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് പിടിച്ചത്. സെയിം ആണ്, എല്ലാവരും സെയിം സൈസാണ് കേട്ടോ. പൊക്കോ, ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. പൊക്കോ, ഓടിക്കോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ഗൗര ഇതേ കണ്ടല്ലോ. ഇവനൊരു മഞ്ഞ ഷെയ്ഡും കൂടെ ഉണ്ട് ഇവൻ്റെ ഇവിടെ. എനിക്ക് തോന്നുന്നു ഇത് കളർ മാറിയതാണെന്ന് പോലെ. ഇതെന്നാ ഇത് അനങ്ങാത്തത്? ഇത് കണ്ടോ, ഇതെന്നാ? എവിടെയൊക്കെ വീഡിയോ എടുത്താലും വീഡിയോയുടെ ഫ്രണ്ട് വന്നിരിക്കുന്ന ആളാണ് നമ്മുടെ കോക്കു കേട്ടോ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, കോക്കും പപ്പയുടെ ടീഷർട്ടും ഏകദേശം ഒരുപോലെ ഇരിക്കുന്നില്ലേ അല്ലേ? പപ്പയുടെ ടീഷർട്ടും കോക്കും ഒരേ മാച്ചാണ്. ഇനിയാണല്ലോ നിങ്ങളെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഇനി എന്തൊക്കെ കിളികളാണ് വേണ്ടേ? കോക്ടെയിൽ. മമ്മി ലവ് ബേർഡ്സ്, കോക്ടെയിൽ. കുഞ്ഞപ്പ ഫിഞ്ചസ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഉടനെ തന്നെ എല്ലാത്തിനും മേടിക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മുടെ ചാനലിൽ നാളെ വൈകുന്നേരം ഒരു വീഡിയോ ഉണ്ട്. ഒരു ഫിഷിംഗ് വീഡിയോ ആണ് നാളെ വൈകുന്നേരം കൃത്യം 5 മണിക്ക്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് സെബിൻ സിറിയക്. എല്ലാവരും ഉണ്ട്, ഞാൻ പേര് പറയുന്നില്ല കേട്ടോ. ഞങ്ങൾ മണിയനെ ഉണ്ടല്ലോ ഇപ്പോൾ എടുത്തിട്ട് തിരിച്ച് കൂട്ടിയിട്ടപ്പോഴേക്കും ഇവിടെ ഒരുത്തം കിടന്ന് ഉറങ്ങുന്ന കണ്ടോ. എടാ മണിയാ മണിയാ ഡാ മണിയാ. എന്നാ ഇത്, എന്നാ ഉറക്കമായത്? ഇങ്ങനെയാണോ കിടന്ന് ഉറങ്ങുന്നത്? ഉറങ്ങി പുള്ളി തോന്നി കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. ചേച്ചി ആദ്യമായിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന കാണുന്നത് നീ കണ്ടോടി? കണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ കിളിക്കൂട്ടിലോട്ട് 2 പുതിയ അതിഥികൾ വന്നിട്ടുണ്ട്. നമ്മൾ 2 കരിങ്കോഴിനെ കൊണ്ടിട്ടുണ്ട്. ഈ കരിങ്കോഴിനെ എവിടുന്ന കൊണ്ടുവന്നെന്ന് പറയണോ? പറയണോ? കുഞ്ഞ് പറയണോ? ഒരു കാര്യം ചെയ്യാം, ഇതോ അടിപൊളി ജയന്റ് ഗൗര റെഡ് ആയി കിടപ്പുണ്ട്. ഇതിനകത്ത് എത്ര എണ്ണം വേണം? എല്ലാം വേണം. ഇത് മൊത്തോ മണിയാ? ഇത് വേണേ. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട. സൈലം നടത്തുന്ന ഡ്രീം ലാബിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യും കേട്ടോ. നീ തിരിച്ചു പിടിക്കുക. ഓക്കെ, ഇങ്ങനെ പിടിക്കും. ഇവിടെ പിടിച്ചാൽ മതി. ഇങ്ങനെ പിടിച്ചാൽ മതി. ഹലോ, ആണ്. താങ്ക് യു സോ മച്ച്. പേരെങ്ങനെയാ?